നമസ്കാരം, ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. പേടിക്കേണ്ട, ബോറടിക്കുന്ന ഒരു വിഷയമല്ല ഞാൻ പറയുന്നത്. സാധാരണ അമേരിക്കയും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ഒക്കെ അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്തങ്ങ് പോകും. ഓക്കെ, അവർക്കൊക്കെ ബോറടിക്കും. ഓക്കെ, അതുപോലെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ആൾക്കാർക്ക് ബോറടിക്കും. അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം നമുക്ക്. ഞാൻ അല്പം മുമ്പ് ഒരു മണിക്കൂറല്ല, അരമണിക്കൂർ മുമ്പ് മീൻ മേടിക്കാം. വളരെ വിലക്കുറവാണ് എല്ലാത്തിനും. ഒരു അയിലയ്ക്ക് 140 രൂപ, ഒരു ചാളയ്ക്ക് മത്തിക്ക് 40 രൂപ, ഒരു ചാളയ്ക്ക് 40 രൂപ, ഒരു അയിലയ്ക്ക് 140 രൂപ. 4 അയില വാങ്ങിച്ചു. ഓക്കെ, ഏകദേശം 1 കിലോ 120 രൂപ, 120 ഗ്രാം. അത് കിലോ 500 വെച്ച് 560 രൂപയായി. 4 അയില വാങ്ങിച്ചു. അപ്പോൾ ഏകദേശം ഒരു അയിലയ്ക്ക് 140 രൂപ. ബോറടിക്കുന്നുണ്ടോ? അല്ല, ഞാൻ നിർത്തണമെങ്കിൽ നിർത്താം. ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ല, ബുദ്ധിമുട്ടിക്കത്തില്ല. ഒരയിലയ്ക്ക് 140 രൂപ, ഒരു കിലോ ചാളയ്ക്ക് 400 രൂപ. ഓക്കെ, ഏകദേശം ചാളയ്ക്ക് 40 രൂപ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ചിക്കൻ മേടിച്ചു. 2 കിലോ 650 ഗ്രാം, ഏകദേശം 450 രൂപ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ബാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മലക്കറി കടയിൽ കയറി അടിച്ചു ചോദിച്ചു, അണ്ണാ സവാളയ്ക്ക് എന്തുണ്ട് വില? 30 rupees only. വാട്ട് അബൌട്ട് ടൊമാറ്റോസ് ആർ 60 rupees only. വെണ്ടയ്ക്ക 80 രൂപ, കാബേജ് 80 രൂപ, എല്ലാം 80 പോയ. ആകെ നമ്മൾ അറിയുന്നത്, ചർച്ച ചെയ്യുന്നത് പെട്രോളിൻ്റെ വില മാത്രമാണ്. ഓക്കെ, ഇന്ന് പയറ് വാങ്ങിച്ചു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഒരു സൂപ്പർ മാർക്കറ്റ് കയറി പലവ്യഞ്ജനങ്ങളും മേടിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്: ചെറുപയറ്, നമ്മൾ ഈ കഞ്ഞിയുടെയൊക്കെ കൂടെ പുഴുങ്ങി തിന്നുന്ന സാധനം. അത് നല്ല ക്വാളിറ്റിയാണ്. കുറഞ്ഞ ക്വാളിറ്റി വേറെ ഉണ്ട്, ഏത് ക്വാളിറ്റിയും ഉണ്ട്. 10 രൂപയ്ക്ക് കിട്ടുന്ന പയറും കാണും. ഞാൻ ഇത് ടോപ്പ് ക്വാളിറ്റി സാധനം വാങ്ങിച്ചു. കിലോ 190 രൂപ. പെട്രോളിന് അറിയാമല്ലോ, 115 ആയിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ട് അതിനൊക്കെ എല്ലാ കണക്കെയാണ്. അത് ക്രൂഡ് ഓയിൽ കുറഞ്ഞാലും കൂടിയാലും നമ്മുടെ നാട്ടിൽ ഒരു വില. അത് കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയത്തില്ല. പാലിന് 30 രൂപ, ചായക്ക് 15 രൂപ, ചിലടത്ത് 20 രൂപയുണ്ട്. പിന്നെ ഭാഗ്യവാന്മാർക്ക് 50 രൂപയുടെ ചായയും കുടിക്കാം. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഇനിയിപ്പം മലയാളികൾക്ക് മുഴുവൻ ഭാഗ്യമുള്ള കാലമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാത്തിനും നല്ല വില കയറുമ്പോഴാണ്, അതായത് വരാൻ പോകുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷനാണ്, അനിയന്ത്രിതമായ വിലക്കയറ്റം. അത് തുടങ്ങിക്കഴിഞ്ഞു. ചിലർ പറഞ്ഞാൽ അത് ട്രോളിങ് നിരോധനമായതുകൊണ്ടാണ് ചാളയ്ക്കും അയിലയ്ക്കും ഒക്കെ വില കയറിയത്. പെട്രോളിന് വില കയറിയതോ അത് യുദ്ധമായതുകൊണ്ട്. അയ്യോ, അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്: എന്ത് ത്യാഗം സഹിച്ചും, എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും, എത്രയൊക്കെ ശ്വാസം മുട്ടി പെടഞ്ഞ് മരിക്കാൻ പോയാലും നമ്മൾ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം ഇതുപോലെ നിലനിർത്തണം. എന്തിനാന്ന് ചോദിക്കരുത്, നമ്മൾ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം നിലനിർത്തണം. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കിടന്ന് കട്ടയടിക്കുകയില്ലയോ?
ഇനിയും കട്ടയടിക്കുകയാണ്. നമ്മൾ ഈ മലയാളികൾ ഈ വായും വളർന്ന് ജീവിക്കുന്ന പരിപാടി നിർത്തണം. കുറച്ച് ചിന്തിക്കാനൊക്കെ തയ്യാറാവണം. ഇത്രയും കാലം എന്തായാലും ചിന്തിച്ചല്ല മുന്നോട്ട് പോയത്, 100% ഉറപ്പാണ്. കാര്യം നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ വരും തലമുറകൾ നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിച്ചവരാണെന്നൊക്കെ പറയും. മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ഇല്ലല്ലോ, നമ്മളൊക്കെ അങ്ങ് ചത്തുപോകത്തില്ല. അപ്പോൾ സംഭവം ഇതാണ്, കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. അത് മലയാളി അറിഞ്ഞില്ല, പക്ഷെ അറിഞ്ഞു തുടങ്ങുന്നു. ദയവ് ചെയ്ത് ഈ വിലക്കയറ്റം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓക്കെ, അതിഭീകരമായ വിലക്കയറ്റം വരാൻ പോവുകയാണ്. ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുമ്പോ മറ്റോ വന്നിരുന്നു. ഈ മൊത്തവില സൂചിക 8.4% മറ്റോ ആയി. അപ്പോൾ 6% വരെ പാടുള്ളൂ ഇൻഫ്ലേഷൻ. ഏത് തരത്തിലുള്ള ഇൻഫ്ലേഷൻ ആയാലും 2% താഴാനും പാടില്ല, 6% മുകളിലോട്ട് പോകാനും പാടില്ല. പോയാലെന്ത് കുഴപ്പം? അത് കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് 8% എന്നുള്ള 20%, 20% എന്നുള്ളത് 100%, 150% ഒക്കെ ആവും. നമ്മുടെ പാകിസ്ഥാനിലെ ആ ലെവലാണ് 380% ഹൈപ്പർ ഇൻഫ്ലേഷൻ. അത് പത്രത്തിൽ വന്നാ കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ? ബോറടി മാറ്റാൻ വേണമെങ്കിൽ ഞാൻ ഇച്ചിരി ഓട്ടം തുള്ളലൊക്കെ കളിക്കാം. ഓട്ടം തുള്ളൽ, കഥകളി, അതൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചവിട്ടി ഇറക്കിത്തരാം ബോറടിക്കാതിരിക്കാൻ. അമേരിക്കയെക്കുറിച്ച് പറയുമ്പോഴും ഇൻ്റർനാഷണൽ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ബോറടിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ്. ഈ കേരളീയർ പിന്നൊരു കാര്യമുണ്ട്, ആപ്തവാക്യം ഇതാണ്: നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. ഇവൻ്റെയൊക്കെ അടിസ്ഥാനം എന്തോന്നറിയാം? ഇവരെല്ലാം കടക്കണിയിലാണ്. മലയാളി കുടുംബങ്ങൾ 90% മലയാളി കുടുംബങ്ങളും കടക്കണിയിലാണ്. ഓക്കെ, നബാർഡ് 65% പറഞ്ഞേക്കുന്നത്. അത് പക്ഷേ ഒഫീഷ്യൽ ഈ മറ്റേ നമസ്കാരം, ഇടയ്ക്ക് പവർ ഫെയിലർ വന്ന് ഇതിപ്പോൾ പവർ ഫെയിലർ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താ പറയാം? ഇൻ്റർനെറ്റ് കട്ടിങ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സംഭവം ഇല്ലാതാവും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: ബാങ്കുകൾ നിശ്ചലമാവും, ബാങ്കുകൾ പൂട്ടും, ആശുപത്രികൾ പൂട്ടും. എന്തിന്? നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിലെ എല്ലാ സിസ്റ്റവും നിലയ്ക്കും. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. അതായത് ഈ ഇൻ്റർനെറ്റ് എങ്ങനെ പോവാം? അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം സമ്പൂർണമായും യുദ്ധത്തിൽ തോൽക്കുമെന്ന് അവർക്ക് 100% ഉറപ്പായാൽ, ഒരു സംശയവും വേണ്ട, 100% ഉറപ്പാണ് അവർ ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്യും. കാരണം ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഭൂരിപക്ഷം കേബിൾസും പോകുന്നത്. അവരത് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിശ്ചലമാവും, എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാവും, ആശുപത്രിയില്ല, ബാങ്കുകളില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാൻ പോട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നബാർഡ് പറഞ്ഞേക്കുന്നത് 65% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഓക്കെ, അതേസമയം നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരുടെ കണക്കും കൂടെ കൂട്ടുമ്പോൾ, കാരണം ഈ നബാർഡ് പറഞ്ഞത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്തവരുടെ കാര്യമാണ്. അത് മാത്രമാണ് പറഞ്ഞത്. നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും കടമെടുത്ത മലയാളി കുടുംബങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 90%-ലധികം കുടുംബങ്ങളും കടക്കെണിയിലാണ്.
ഓക്കെ. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം വരുന്നുണ്ട്, എൽനിനോ. അതും സാധാരണ എൽനിനോ അല്ല, സൂപ്പർ എൽനിനോ. എന്തോ സംഭവം? കൊടും വരൾച്ച. അപ്പോൾ കൃഷിയെല്ലാം നശിക്കും. അല്ലാതെ തന്നെ കൃഷി ഇല്ലാതാവാൻ പോയത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാർ കടമെടുത്താണ് കൃഷി ചെയ്യുന്നത്. പണം വേണമല്ലോ കൃഷി ചെയ്യാനും. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, എന്താ പറയുക, നീ ആ ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലൊക്കെ പോയി നോക്കടാ, ആൾക്കാരല്ല, കൃഷിക്കാരല്ല, ആണുങ്ങൾ കൃഷി ചെയ്തിട്ടേക്കുന്നത്. എന്തുവാ സംഭവം? കൃഷിക്കാരെ കടം കയറി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ആരാടാ പിന്നെ ഈ കൃഷി ചെയ്യുന്നത്? ഭക്ഷ്യക്ഷാമം അല്ലാതെ തന്നെ വരും, എൽനിനോ വന്നില്ലെങ്കിലും. അതായത് എൽനിനോ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്, പല ഗ്രേഡിലുണ്ട്. അതായത് സൂപ്പർ എൽനിനോയാണ് വരാൻ പോകുന്നത്. അതായത് 6-7 മാസത്തേക്ക് മഴ പെയ്യത്തില്ല, അങ്ങനെ ഒരു പ്രതിഭാസം വരാൻ പോയാണ്. അത് നേരത്തെ തന്നെ ഏതാണ്ട് ഈ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉള്ള റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരിയുടെ 2 അറ്റം കത്തുന്ന രീതിയിലാണ് മലയാളികളും ഇന്ത്യക്കാരും ലോകത്തിലെ മനുഷ്യരാശിയും പോകാൻ പോകുന്നത്. കൃഷി നശിക്കുന്നതിലൂടെ ഭക്ഷ്യക്ഷാമം, കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നതിലൂടെ ഭക്ഷ്യക്ഷാമം, പിന്നെ വിലക്കയറ്റം, അതിഭീകരമായ വിലക്കയറ്റം, ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ മലയാളികൾ, ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്തോന്നൊക്കെ, കേട്ടോ. വേണമെങ്കിൽ ആ ഇൻ്റർനെറ്റിനകത്തൊക്കെ എടുത്ത് വെച്ച് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടി എന്തുവാ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന്. അതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം സെർച്ച് ചെയ്യേണ്ടത് നമ്മുടെ വെനിസുലയിലെ ഹൈപ്പർ ഇൻഫ്ലേഷനാണ്. അവിടെ ഒരു കാലത്ത് ഹൈപ്പർ ഇൻഫ്ലേഷൻ കൂടിയിട്ട് 1.5 ലക്ഷം ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇതൊന്നും മലയാളികൾ അറിഞ്ഞിട്ടില്ല. മലയാളികൾ അറിയാത്തതൊന്നും ലോകത്ത് നടന്നില്ലെന്നല്ല, മലയാളി അറിഞ്ഞില്ല, അതേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി അതൊക്കെ അങ്ങോട്ട് നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞെന്തുവാ? പെട്രോൾ ഒരു തുള്ളിയേ ഉപയോഗിക്കാവുള്ളൂ, സ്വർണം വാങ്ങിക്കരുത്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോകരുത്, ഇവിടെ തന്നെ കാര്യം സാധിക്കണമെന്ന്, വെളിയിൽ പോയി കാര്യം സാധിക്കരുതെന്ന്. ഓക്കെ. ഇത് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി ഇങ്ങനെ പറയുന്നു, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ അതനുസരിക്കുമോ? ഇല്ല, അവർക്ക് സൗകര്യമുള്ളതൊക്കെ അവർ ചെയ്യും. എന്നിട്ടും നരേന്ദ്രമോദി ഇത് പറഞ്ഞത് മണ്ടത്തരമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതിന് വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം, എങ്കിലും ഞാനത് തൽക്കാലം ഉപയോഗിക്കുന്നില്ല. വേറെ വാക്കുകളൊക്കെ അതിന് ഉപയോഗിക്കേണ്ടത്. അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു വലിയ പ്രശ്നം കിടപ്പുണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഒന്നാമത് ആരും അനുസരിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ. അത് കൂടാതെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ നരേന്ദ്രമോദി കയറി ഇരുന്ന പ്രധാനമന്ത്രി പദത്തിൽ കയറി ഇരുന്നിട്ട് ദാരിദ്ര്യം വിളിച്ച് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപം വരുമോ? അങ്ങനൊന്നും ചിന്തിക്കാതാണ്, യാതൊരു ഭവിഷ്യത്തും നോക്കാതാണ് ഈ ദാരിദ്ര്യം വിളിച്ച് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ പട്ടിണി വരാൻ പോകുന്നെന്ന് അങ്ങനെ പറഞ്ഞതിനർത്ഥം ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. വേണ്ട, ചർച്ച ചെയ്യൊന്നും വേണ്ട. ഇത് ഈ വീഡിയോ ആരും കാണുകയും വേണ്ട. ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇത് ചെയ്യുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ, ഈശ്വരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനിത് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഈശ്വരൻ കടത്തിവിട്ട ചിന്തകൾ ഞാനിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ഗണ്യമായ ഭൂരിപക്ഷം ആൾക്കാരും അതിനെ തള്ളിപ്പറയും, പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഞാനിത് 35 വർഷമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സൗകര്യമുള്ളവരൊക്കെ കാണുക. അപ്പോൾ ലോകം സമ്പൂർണ്ണമായും തകരാൻ പോവുകയാണ്. കൊടും പട്ടിണി,
ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, എല്ലാം അരാജകത്വവും വരാൻ പോവുകയാണെന്ന് വേൾഡ് എക്കണോമിക് ഫോറം 2024 ജനുവരി 18 പറഞ്ഞു. അത് മലയാളികൾ അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു മാധ്യമ ഭീകരനും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. എന്തായാലും ഇതിന് ഈ കേരളത്തിലെ 90% കുടുംബങ്ങളും കടക്കെണിയിലാണ്. അതുമാത്രമല്ല, ലോകം തന്നെ കടക്കെണിയിലാണ്. ലോകരാജ്യങ്ങളുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 480% കടന്നിരിക്കുന്നു. 90% വരെ പാടുള്ളൂ. അതായത് 100 കോടി ആസ്തിയുള്ളവൻ 90 കോടിയിലധികം കടമെടുക്കാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. ആ സ്ഥാനത്ത് ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് 480%-ലധികം കടമെടുത്തിരിക്കുന്നു. ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്തോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഗൂഗിൾ എടുത്ത് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എനിക്ക് സൗകര്യമില്ല പറയാം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇതിന് പരിഹാരം ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഇങ്ങോട്ട് വന്നിരി, ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാം, ഇവിടെ വന്നിരുന്ന് പറ. ഇതറിയാവുന്ന ഒരുത്തനും ലോകത്തില്ല. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഒരാൾക്കും അറിയില്ല. പിണറായി വിജയന് പറഞ്ഞുകൂടാ, VD സതീശന് പറഞ്ഞുകൂടാ, നരേന്ദ്രമോദിക്ക് പറഞ്ഞുകൂടാ, ഡൊണാൾഡ് ട്രംപിന് പറഞ്ഞുകൂടാ. ഇവരെല്ലാം നിയന്ത്രിക്കുന്ന 13 ഫാമിലിയുണ്ട്. ആ 13 ഫാമിലിക്ക് പറഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും വായും വളർന്നു നിൽക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, ചർച്ച ചെയ്യാൻ സൗകര്യമുള്ളതൊക്കെ ചർച്ച ചെയ്യുക. ഓക്കെ, എന്തായാലും എൻ്റെ നിർദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അത് സൗകര്യമുള്ളവനൊക്കെ എടുത്ത് വെച്ച് കാണും. ഞാൻ യൂട്യൂബിൽ എൻ്റെ യൂട്യൂബിൽ മാത്രമല്ല, സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ എൻ്റെ നിർദ്ദേശമായ, അതായത് ഈ കടങ്ങളെല്ലാം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം, 100 ദിവസം കൊണ്ട് ലോകം സമ്പദ് സമർത്ഥമാക്കാമെന്നും പറഞ്ഞ് ഞാൻ ചറവറ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ആശയം, കറൻസി രഹിത വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സൗകര്യമുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോകൾ ലഭ്യമാണ്. ഞാൻ ചെയ്തത് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ വിവിധ പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ ചെയ്തേക്കുന്ന വീഡിയോയും കാണും. അതൊക്കെ കാണുക. ഓക്കെ, സൗകര്യമുള്ളവരൊക്കെ ചെയ്താൽ ഒരു നിർബന്ധവുമില്ല. എന്തായാലും വരാൻ പോകുന്നത് കൊടും പട്ടിണിയാണ്. അതുപോലെ തന്നെ അതിഭീകരമായ വിലക്കയറ്റമാണ്. അതുപോലെ തന്നെ അരാജകത്വവും വരുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറം തന്നെ പറഞ്ഞിട്ടുണ്ട്. പട്ടിണി കിടക്കാൻ ശീലിക്കുക എന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരെ ഉപദേശിച്ചിരിക്കുന്നത്. എന്തായാലും സൗകര്യമുള്ളവരൊക്കെ എൻ്റെ ആ വീഡിയോ കാണാൻ സൗകര്യമുള്ളവരൊക്കെ കാണും. ഓക്കെ, സീ യു.